അമ്മമ്മയുടെ വേറെ ഗുരുതരമായ പ്രശ്നം ഇത് ഇവനല്ലേ അല്ലേ നമ്മള് ഇവിടെ മാറ്റാൻ വെച്ചുകൊണ്ടിരിക്കുക. സ്ഥാനാർത്ഥിയാ അജയ് പ്രസാദ് അനുഗ്രഹം കൊണ്ടാവും. ആര് പറഞ്ഞു ആരൊക്കെയാ മോനാറ്റ്? ആ ആ പുനലൂർ നിയമസഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി സി അജയ് പ്രസാദിന് സഹകരണ ബാങ്ക് ജീവനക്കാരുടെ സംഘടനയായ KCEC കരവാളൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പിന് കെട്ടിവെക്കാനുള്ള തുക കൈമാറി. പ്രിയപ്പെട്ടവരെ, വളരെ നീണ്ടനാളത്തെ ന്യായസഭ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 45, 46, 47 വർഷത്തോളം കാലമായി എൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചു. വളരെ ചെറിയ നാളിലെ ആരംഭിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രവർത്തന കാലഘട്ടം ന്യായസഭ എന്നറിയാം. പൊതുവെ ആ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം അദ്ദേഹം പറഞ്ഞു. ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. എന്തായാലും സ്ഥാനാർത്ഥിത്വം വന്നതിന് ശേഷം കഴിഞ്ഞ കാലങ്ങളിലും ഒക്കെ നമ്മുടെ മണ്ഡലത്തിൽ ഉണ്ടാകാത്ത ഒരു പുത്തനാവേശം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലായിട്ടുള്ളത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളൊക്കെ വന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ എതിർ സ്ഥാനാർത്ഥിയും വന്നാലും ഒക്കെ പലപ്പോഴും ചില മേഖലകളിലൊക്കെ LDFിൻ്റെ പ്രവർത്തകർ ആവേശപൂർവ്വം ഇറങ്ങി വെള്ളയെടുത്ത് ചുവരെടുത്ത് അല്ലെങ്കിൽ ബോർഡ് കോപ്പി കാര്യങ്ങളെല്ലാം കുറച്ച് താമസം വരുവാൻ. എന്നാൽ ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗികമായി LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ പാർട്ടി ഇങ്ങനെ തീരുമാനിച്ചതായി അറിഞ്ഞ പ്രവർത്തകർ, LDFിൻ്റെ പ്രവർത്തകർ, കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും അന്ന് വൈകിട്ട് തന്നെ ചുവരെഴുത്തും ബോർഡ് വയ്പ്പും എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിട്ടുള്ളൊരു അനുഭവം എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എന്നോട് അത്രത്തോളം വൈകാരികമായി ഈ സമൂഹത്തിൽ ജനങ്ങൾ കാണുന്നുവെന്നുള്ളതിൻ്റെ ഒരു പ്രതികരണമാണ് ആ സംഭവിച്ചത്. ഇന്നലെ LDF തീരുമാനമനുസരിച്ച് റോഡ് ഷോ ഒരു റൗണ്ട് എല്ലായിടത്തും പോയി സ്ഥാനാർത്ഥിത്വം പറയണം എന്നുള്ള നിലയിലാണ് തീരുമാനം. അതനുസരിച്ച് ഇന്നലെ ആര്യങ്കാവ് മുതൽ 2:30 മണിക്ക് ആര്യങ്കാവ് മുതൽ രാത്രി കൊടുത്തുമ്പോൾ സമാപിക്കുന്നതുവരെ വലിയ ഒരു ആവേശവും വൈകാരികമായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു നമ്മുടെ തെരുവിലെല്ലാം കണ്ടത്. എല്ലാവരും അത്രത്തോളം ഇഷ്ടപ്പെട്ടുകൊണ്ട് അവരെല്ലാം പ്രതീക്ഷിച്ചിരുന്ന ഒരു സ്ഥാനാർത്ഥി LDF പ്രഖ്യാപിച്ചു എന്നുള്ള ഒരു മെസ്സേജ് സമൂഹത്തിലുണ്ടാകത്തക്ക നിലയിലുള്ള ഒരനുഭവമായിരുന്നു ഇന്നലെ ഉണ്ടായത്. സ്വാഭാവികമായി ഇതിനുള്ള വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ദിവസങ്ങളിൽ ഇനിയിപ്പോൾ 20-21 ദിവസവും 21-ാം തീയതി LDFിൻ്റെ കൺവെൻഷൻ വെച്ചിട്ടുണ്ട്. നോമിനേഷൻ കൊടുക്കുന്ന ലാസ്റ്റ് ഡേറ്റ് 23-ആണ്. പിന്നെ വളരെ കുറച്ച് ദിവസങ്ങളാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് എനിക്ക് എല്ലാ പ്രിയപ്പെട്ടവരോടും അഭ്യർത്ഥിക്കാനുള്ളത് തുടർന്ന് വരുന്ന ദിവസങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. ഈ വൈകാരികമായിട്ടുള്ള അന്തരീക്ഷം നമുക്ക് നിലനിർത്തിക്കൊണ്ട് മഹാഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുന്ന നിലയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നേരിട്ടുള്ള പ്രവർത്തനം കൊണ്ടും എല്ലാം കൊണ്ടും വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. മൂന്നാമത് ഒരു ഗവൺമെൻറ് LDFിൻ്റെതായി നിലനിർത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഈ രാജ്യത്തിൻ്റെയും നാടിൻ്റെയും ആവശ്യമാണെന്നുള്ള കരുതൽ അതിൽ നിന്ന് പുനലൂരിൽ നിന്ന് LDFിൻ്റെ സ്ഥാനാർത്ഥി വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഇടപെടലും സഹായങ്ങളും എല്ലാ പിന്തുണയും ഉണ്ടാകണമെന്നുള്ള വിനീതമായ അഭ്യർത്ഥന എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം വെച്ചുകൊണ്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ കെട്ടിവെക്കാത്തതാണ്.
ഈ പൈസയ്ക്ക് എല്ലാവിധമായിട്ടുള്ള നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. കേരള കോർപ്പറേറ്റീവ് എംപ്ലോയീസ് കൗൺസിൽ കരവാളൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ താലൂക്ക് സഹകരണ സർക്കിൾ യൂണിയൻ ചെയർമാൻ വി രാജൻ അധ്യക്ഷനായിരുന്നു. പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ബാങ്കിൻ്റെ സംഘടനാ സംവിധാനത്തിലൂടെ KCC എന്ന സംഘടനാ സംവിധാനം മാത്ര സർവീസ് എന്ന ബാങ്കിൽ നിന്ന് ഒരു ചെറിയ ചടങ്ങ് സംഘടിപ്പിക്കുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ തന്നെ നമുക്കറിയാം, കേരളത്തിൽ ഏപ്രിൽ 9 നമ്മുടെ സംസ്ഥാനം ഒരു വലിയ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. ഈ ഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരള സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ നമ്മുടെ മണ്ഡലവുമായി ബന്ധപ്പെട്ട് പുനലൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ട മണ്ഡലത്തിലെ മത്സരാർത്ഥിയെ കണ്ടെത്തുന്നതിനും മത്സരവുമായി ബന്ധപ്പെട്ട സാധ്യതകളെ സംബന്ധിച്ചുമൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയൊക്കെ കുറച്ച് ദിവസങ്ങളായി ചർച്ചകളൊക്കെ നടക്കുകയും സംഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താഴെത്തട്ടിൽ തന്നെ ചർച്ചകൾ നടന്ന് ഉപരി തട്ടിൽ ഏതാണ്ട് മണ്ഡലം ജില്ലാ എക്സിക്യൂട്ടീവ്, ജില്ലാ കമ്മിറ്റി, അതിനുശേഷം സംസ്ഥാന എക്സിക്യൂട്ടീവും സംസ്ഥാന സെക്രട്ടേറിയറ്റും ഒക്കെ കൂടി സ്ഥാനാർത്ഥി നിർണയ പട്ടികകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും പുനലൂരിൽ അതോടൊപ്പം തന്നെ കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലെയും LDFിൻ്റെ, CPMൻ്റെ ആയാലും CPIയുടെ ആയാലും മാണി കോൺഗ്രസിൻ്റെ ഒക്കെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് നടന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പുനലൂർ മണ്ഡലവും ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയ പട്ടികയിലേക്ക് കടക്കുകയും താഴെത്തട്ടിലുള്ള നിർദ്ദേശങ്ങളൊക്കെ മാനിച്ചുകൊണ്ട് നമ്മുടെ ജില്ലാ എക്സിക്യൂട്ടീവും അതുപോലെ തന്നെ സംസ്ഥാന എക്സിക്യൂട്ടീവും സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കൗൺസിലും ഒക്കെ ഐക്യകണ്ഠേന എടുത്ത ഒരു തീരുമാനം തന്നെയാണ് പുനലൂരിൽ സഖാവ് C. അജയപ്രസാദ് മത്സരിക്കണം എന്നുള്ള തീരുമാനം പാർട്ടിയെടുത്തു. അതിനുശേഷം ഔദ്യോഗികമായി മെനയാന്നാണ് നമ്മുടെ മുന്നണിയുടെ തീരുമാനപ്രകാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി തന്നെ സഖാവ് C. അജയപ്രസാദിനെ പ്രഖ്യാപിക്കുകയുണ്ടായി. ഒരുപക്ഷെ ഏറെ സന്തോഷപ്രദമായ ഒരു അനുഭവമാണ് പുനലൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം. ഞാൻ പറയാതെ തന്നെ അറിയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുമ്പോൾ അതിന് ഒട്ടനവധി ഘടകങ്ങളുണ്ടാകും. ഒരുപക്ഷെ നമ്മുടെ മണ്ഡലത്തിൽ തന്നെ താഴെത്തട്ടിലുള്ള പ്രവർത്തനം തുടങ്ങി ചെറുപ്രായത്തിൽ തന്നെ SFലൂടെയും YFലൂടെയും അതുപോലെ തന്നെ പാർട്ടിയിലൂടെയൊക്കെ സംഘടനാ പ്രവർത്തനം തുടങ്ങിയ എല്ലാ ചുമതലകളും, പ്രത്യേകിച്ചും YFൻ്റെയും SFൻ്റെയും ചുമതല വഹിക്കുന്നതോടൊപ്പം തന്നെ ബ്രാഞ്ച് സെക്രട്ടറിയായി, LC സെക്രട്ടറിയായി, മണ്ഡലം സെക്രട്ടറിയായി, വിവിധ മണ്ഡലങ്ങളുടെ സെക്രട്ടറിയായി പ്രവർത്തനമൊക്കെ ആരംഭിച്ചു. ഒരുപക്ഷേ ഈ പുനലൂർ മണ്ഡലത്തിൽ ഉടനീളം നമുക്കറിയാം, സംഘടനാ രംഗവുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾ, തോട്ടം തൊഴിലാളികളടക്കം റിഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ, തെമ്മലവാലി എസ്റ്റേറ്റ്, അതുപോലെ തന്നെ ലോഡിംഗ് തൊഴിലാളികൾ, മുഴുവൻ തൊഴിലാളി വർഗത്തിൻ്റെയും പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുകയും അതിന് നേതൃത്വപരമായ പങ്കാളിത്തം വഹിച്ചിട്ടുള്ള ആളാണ് സഖാവ് C. അജയപ്രസാദ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ മണ്ഡലത്തിൽ തന്നെ ചെറുതും വലുതുമായ മുഴുവൻ വിഷയങ്ങളിലും രാവിലെ മുതൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഏതാണ്ട് രാത്രി വരെ എനിക്കറിയാം ഒരുപക്ഷേ ഒരു 10 മണിക്കാണ് തിരിച്ച് ഇതുവഴി തന്നെ പോകുന്നത്. ഒരു 2 വീലറിൽ തന്നെ യാത്ര ചെയ്തുകൊണ്ട് ഏറെക്കാലം അത്തരത്തിലുള്ള താഴെത്തിലുള്ള പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിനുടമയാണ് സഖാവ് C. അജയപ്രസാദ്. തീർച്ചയായും അങ്ങനെയുള്ള ഒരു സഖാവിനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാരഥിയായി പുനലൂരിൽ മത്സരിക്കാൻ പാർട്ടി നിർദ്ദേശിച്ചത്. തീർച്ചയായും അഭിമാനം തന്നെയാണ്. ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും, ഈ നാട്ടിലെ 90% ആളുകളെയും നേരിട്ട് അറിയാൻ കഴിയുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമ കൂടിയാണ് സഖാവ് C. അജയപ്രസാദ്. യൂണിറ്റ് പ്രസിഡന്റ് ലജീഷ് സ്വാഗതം പറഞ്ഞു. യോഗത്തിൽ യൂണിറ്റ് സെക്രട്ടറി അനീഷ് കെട്ടിവെക്കാനുള്ള തുക LDF സ്ഥാനാർത്ഥി C. അജയപ്രസാദിന് കൈമാറി. യോഗത്തിൽ CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർ J. ഡേവിഡ്, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രസാദ് ഗോപി, CPI മണ്ഡലം കമ്മിറ്റി അംഗം രാജ്ലാൽ S, മാത്ര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KC അശോക് കുമാർ, വൈസ് പ്രസിഡന്റ് N. തുളസി, ഡയറക്ടർ ബോർഡ് മെമ്പർ സതീദേവി, LC മെമ്പർ V. സന്തോഷ്, ബാങ്ക് സെക്രട്ടറി സുനിൽ കുമാർ, ബ്രാഞ്ച് മാനേജർ ശ്രീലക്ഷ്മി, ആദർശ് പ്രദീപ് എന്നിവർ പങ്കെടുത്തു. നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. ഈ നാട്ടിലിറങ്ങി മുമ്പേ രാജപിള്ള അവർ സൂചിച്ച മാതിരി ഇതിലേ പോയാലും ഒരു ബൈക്ക് എടുത്തുകൊണ്ട് പോയാൽ ആരെ കണ്ടാലും വളരെ സ്നേഹപൂർവ്വം പെരുമാറുകയും അവരെ അത്രമാത്രം വളരെ റെസ്പെക്റ്റോടെ കാണുകയും ചെയ്യുന്ന നമ്മുടെ ഒരു ഏറ്റവും പ്രിയപ്പെട്ട സഖാവാണ്. ഇങ്ങനെ ഒരു സഖാവിനെ നമുക്ക് സ്ഥാനാർത്ഥിയെ കിട്ടി തന്നെ വളരെ അഭിമാനത്തോടുകൂടി നമുക്ക് അതിനെ കാണാൻ കഴിയും. തീർച്ചയായിട്ടും വളരെ വലിയ ഭൂരിപക്ഷത്തിൽ ഈ സഖാവിന് ഈ നാട്ടിലെ ജനങ്ങൾ വിജയപീഠത്തിലേക്ക് ആനയിക്കുന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. തീർച്ചയായിട്ടും ആ സഖാവിന് എല്ലാ വിജയാശംസകളും നേരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ പങ്കെടുത്തുവിട്ട ഈ ബാങ്കിലെ ജീവനക്കാർ, ഈ ബാങ്കിലെ പ്രത്യേകിച്ച് KCC കേരള കോർപ്പറേറ്റീവ് എംപ്ലോയീസ് കൗൺസിലിൻ്റെ ആളുകൾ, KCCയുടെ
അവർ സ്വരൂപിച്ച തുക സഖാവിന് കിട്ടിയതിനായി കൊടുക്കുന്നു. അതുതന്നെ വളരെ സന്തോഷവും അഭിമാനം തരുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും എല്ലാവരെയും ഒരു വട്ടം കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യം. റിപ്പോർട്ടർ സുനിൽ ജി, കരവാളൂർ. നമ്മുടെ പുനലൂർ NK Silks വെഡിങ് മോളിലെ ഓഫർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. മാർച്ച് 10, അതായത് ഇന്ന് മുതലാണ് നമ്മൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. മാർച്ച് 20 വരെയാണ് ഈ ഒരു അടിപൊളി ഓഫർ പോകുന്നത്. ഈ ഷർട്ട്സിന്റെ ഒക്കെ റേറ്റ് എത്രയാണെന്നറിയാമോ? വെറും 155 രൂപ. വെറും 20 രൂപ മുതലാട്ടോ കിഡ്സിന്റെ ഡ്രസ്സ് വരുന്നത്. LP, വാൻ ഹുസൈൻ, ഓട്ടോ തുടങ്ങിയ എല്ലാ ബ്രാൻഡഡ് ഷർട്ട്സും 70% ഓഫറാണ്. വെറും 65 രൂപയ്ക്കാണ് നമുക്ക് കിഡ്സിന്റെ ഫ്രോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. വെറും 95 രൂപ തൊട്ടാണ് കിഡ്സിന്റെ ജീൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കിഡ്സിന്റെ പാർട്ടി വെയർ എത്രയാണെന്നറിയാമോ? വെറും 195 രൂപയേ ഉള്ളൂ. ഇത് കിഡ്സിന് വേണ്ടിയിട്ടുള്ള സെക്ഷൻ ആണ്. ഇതിന് ഏത് ഡ്രസ്സ് എടുത്താലും വെറും 95 രൂപയേ ഉള്ളൂ. ഈ കാണുന്ന നൈറ്റീസ് എല്ലാം തന്നെ 80 രൂപയാണ് കേട്ടോ സ്റ്റാർട്ടിങ് വരുന്നത്. ഈ കാണുന്ന ലേഡീസിന്റെ ടോപ്പ് എല്ലാം 95 രൂപയാണ് സ്റ്റാർട്ടിങ്. 160 രൂപ തൊട്ട് ലേഡീസിന്റെ കോട്ട് സെറ്റ് 3 പീസ് സ്റ്റാർട്ട് ചെയ്യണ എത്രയാണെന്നറിയാമോ? വെറും 195 രൂപയ്ക്കാ. കെട്ട് പോലും പൊട്ടിച്ചിട്ടുള്ള നല്ല കിടിലൻ സാരിയാണ്. ഇതിന്റെ റേറ്റ് എത്രയാണെന്ന് നിങ്ങൾ ഞെട്ടിപ്പോവും. വെറും 120 രൂപയുള്ളൂ കേട്ടോ. ഇത് മാത്രമല്ല, ഇത് കംപ്ലീറ്റ് സെക്ഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കയ്യിലൊക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് എത്രയാണെന്നറിയാമോ? വെറും 65 രൂപയുള്ളൂ. ഈ സെക്ഷൻ ഫുള്ള് മുണ്ടുകളാണ് കേട്ടോ. മുണ്ടുകളുടെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അത് ഏറ്റവും കുറഞ്ഞ റേറ്റില്. ബോയ്സിന്റെ പാർട്ടി വെയർ കളക്ഷൻ 195 രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾക്കായിട്ട് ട്രഡീഷണൽ വെയർ ആണ് ഇനി നോക്കുന്നതെങ്കിൽ അതുകൊണ്ട് വെറും 95 രൂപ സ്റ്റാർട്ടിംഗ് ആണ്. 1490 രൂപയുടെ ഒരു ബെഡ്ഷീറ്റ് വാങ്ങുമ്പോൾ 4 ബെഡ്ഷീറ്റ് ഫ്രീ. അതായത് ടോട്ടൽ 5 എണ്ണം നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം. മാർച്ച് 20 വരെയാണ് നമുക്ക് ഈ ഓഫർ ഉള്ളത്. നല്ല തിരക്കാണ്. ഒരു സൈഡിൽ കൂടെ കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു സൈഡിൽ കൂടെ നമ്മൾ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കൂടാതെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യണം. നിങ്ങൾ എന്ത് സാധനം പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് ഒരു കൂപ്പൺ കിട്ടുന്നതാണ്. ആ കൂപ്പൺ ഫില്ല് ചെയ്തിട്ടാൽ ഭാഗ്യശാലിക്ക് ലഭിക്കാൻ പോകുന്നത് സ്വർണ്ണ നാണയമാണ്. അപ്പൊ വിന്നറിനെ പ്രഖ്യാപിക്കുന്നത് മാർച്ച് 20 തീയതി വൈകുന്നേരം 5 മണിക്ക് നമ്മുടെ പുനലൂരുള്ള NK Silks വെഡിങ് മോളിൽ വെച്ചിട്ടാണ്. അപ്പൊ എല്ലാവരും ഉണ്ടാകണം. അപ്പൊ എങ്ങനെയാ നിങ്ങളുടെ പർച്ചേസ് സ്റ്റാർട്ട് ചെയ്യുകയല്ലേ?